നിർമ്മിത ബുദ്ധി പണി തുടങ്ങി. 17,000 പേരെ പിരിച്ചുവിടാൻ ഇന്റൽ. 15% ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് ചിപ്പ് നിർമ്മാതാക്കളായ ഇന്റൽ അറിയിച്ചു. എതിരാളികളിൽ നിന്നുള്ള കടുത്ത മത്സരവും വിപണിയിലെ സ്വാധീനം നഷ്ടപ്പെട്ടതുമാണ് കമ്പനിയെ കടുത്ത നടപടിക്ക് പ്രേരിപ്പിച്ചത്. 1.24 ലക്ഷം ജീവനക്കാരാണ് ലോകമെമ്പാടും കമ്പനിക്കുള്ളത്. ഇതിൽ 17,000-ഓളം പേർക്ക് ജോലി നഷ്ടമാകും. വർഷങ്ങളായി ലാപ്ടോപ്പുകൾക്ക് മുതൽ ഡേറ്റാ സെന്ററുകൾക്ക് വരെയുള്ള ചിപ്പ് വിപണിയിലെ മുടിചൂടാ മന്നന്മാരായിരുന്നു ഇന്റൽ. എന്നാൽ സമീപകാലത്ത് വലിയ മത്സരമാണ് കമ്പനി നേരിടുന്നത്. AI പ്രോസസറുകളുമായി കളം നിറയുന്ന NVIDIAയുടെ കുതിപ്പാണ് വലിയ തലവേദന. AMD, കോൾകോം എന്നിവരിൽ നിന്നുള്ള മത്സരവും കടുത്തതാണ്. ജീവനക്കാരുടെ എണ്ണം നിജപ്പെടുത്തുന്നതോടെ $1,000 കോടി ചെലവ് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. ശരിക്കും പണി കൊടുത്തത് AI തന്നെയാണോ? ചിപ്പ് നിർമ്മാണ രംഗത്ത് ഇന്റലിന്റെ ആധിപത്യം തകരാൻ കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവാണെന്ന് വിദഗ്ധർ പറയുന്നു. AI പ്രോസസറുകളിൽ ശ്രദ്ധയൂന്നിയ NVIDIA അവസരം മുതലെടുത്തു. എന്നാൽ പരമ്പരാഗത രീതികളിലൂടെ പോയിരുന്ന ഇന്റൽ കാലം മാറിയത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകിയിരുന്നു. കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ ഇന്റൽ ഇസ്രായേലിലെ ഫാക്ടറി പദ്ധതിയിൽ നിന്നും അടുത്തിടെ പിന്മാറി. ഇതിനായി മാറ്റിവെച്ചിരുന്ന $1,500 കോടി ചിപ്പ് പ്ലാന്റിലേക്ക് മാറ്റാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. AI മേഖലയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന്റെ ഭാഗമായി തായ്വാനിലെ കമ്പ്യൂട്ടക്സ് എക്സ്പോയിൽ സെർവറുകൾക്ക് വേണ്ടിയുള്ള പുതിയ Xeon 6 പ്രോസസറുകൾ ഇന്റൽ പുറത്തിറക്കിയിരുന്നു. ഇനി ചോദ്യം നിങ്ങളോടാണ്. നിർമ്മിത ബുദ്ധി ശരിക്കും എത്ര പേരുടെ ജോലി കളയും? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റായി രേഖപ്പെടുത്താം.